എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ ആണ് ഞാൻ കാണുന്നത്. ആ വെള്ളിമൂങ്ങ കാണാനായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി എറണാകുളം തിയേറ്ററിൽ ആദ്യമായിട്ട് അറിയും. ഈ ഒരു ഒറ്റ ഇൻ്റർവ്യൂ മതി വിജയൻ്റെ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണം വേണ്ടെന്ന് പറയാനായിട്ട്. ഇപ്പോഴും നമ്മൾ പറയില്ലേ സുധി, നമ്മൾ പല കൂട്ടുകാരും മരിച്ചു, നമ്മൾ ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരിക്കലും അവൻ മരിച്ചു എന്നൊരു ഫീലില്ല. ഇപ്പോഴും സുധി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് വന്ന സുധി എൻ്റെ കൂടെ കളിക്കുന്നതാണ്, എൻ്റെ ഉള്ളി വന്ന ചിന്തപ്പാട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പത്രത്തിൽ ഫോട്ടോ ഒന്നും പറയില്ലേ, അപ്പോൾ സുധിയുടെ വേറെ എന്തെങ്കിലും സാധനം എൻ്റെ മനസ്സിൽ വന്നാൽ, അല്ലാതെ സുധി മരണപ്പെട്ടതൊന്നും ഓർമ്മയില്ല. ഒന്നും ആരോടും കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, ദേഷ്യപ്പെട്ട് നിന്നിട്ട് കാര്യമില്ല, വഴക്കിട്ടിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഈ കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ എഴുന്നേക്കും നമുക്ക് ഉറപ്പില്ല. അതാണ് നമ്മുടെ ലൈഫ്. എപ്പോഴെങ്കിലും എൻ്റെ വൈഫ് ഞാനില്ല ഒരു 100 പ്രാവശ്യം പറയും വീട്ടിൽ പോകാൻ പറയും, പോകൂല. പോയാൽ ഒരു 10-15 മിനിറ്റുള്ളിൽ തിരിച്ചു പോരും. ഞാൻ വിളിച്ചാൽ തിരിഞ്ഞു നോക്കണമെന്നുണ്ടോ? പാഷാണം ഷാജി എന്ന് വിളിച്ചാലേ നോക്കൂല, സാജു എന്ന് വിളിച്ചാൽ അത് നോക്കൂല. പാഷാണം കൊണ്ട് രക്ഷപ്പെട്ട 2 പേരുള്ളൂ. ഒന്ന് വിഷം വെക്കണവരും ഒന്ന് വിഷം പേരിട്ട ഞാൻ. ക്ലാസിക്കൽ ഡാൻസർ ആണെന്ന് പറഞ്ഞു. അതാണ് രശ്മി, എൻ്റെ വൈഫ്. വിളിച്ചു, വന്ന് 3 ആഴ്ച വന്ന് 4ാമത്തെ ആഴ്ച ഞങ്ങൾ ഒളിച്ചോടി. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ എൻ്റെ കോലം കാണണം ഇങ്ങനെ വള്ളി വലിച്ചെടുത്തേക്കണ പോലെ ഇരിക്കണത്. അതൊരു ടീഷർട്ട്, അതിൻ്റെ మీద ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കാറ്റ് പിടിച്ച് ഇങ്ങനെ വരുള്ളൂ. ആ രൂപമായിരുന്നു. ഈ കലാരംഗത്തേക്ക് വന്നത് ഈ 10 മക്കളിൽ എത്ര പേരുണ്ട്? കളിക്കാനേ പോകൂല, എന്നല്ലേ പായസം വെക്കണത്. അത് കാരണം വീട്ടിൽ തന്നെ ഇരിക്കും. അയ്യോ കോമഡി കഥാപാത്രത്തിൽ നിന്ന് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി? സദ്യയാണോ ബിരിയാണിയാണോ ഏറ്റവും കൂടുതൽ? സദ്യ. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി? പരിപ്പ്. ഈ ഓണനാളുകളിൽ ഇന്ന് നമുക്കിപ്പം ചേരുന്നത് മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച, തൻ്റെ ഭാഷാ ശൈലി കൊണ്ട് മലയാളികൾക്കിടയിൽ തൻ്റെതായ സ്ഥാനം കണ്ടെത്തിയ നമ്മുടെ സ്വന്തം ഷാജി ചേട്ടൻ, അല്ലെങ്കിൽ പാഷാണം ഷാജി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഷാജി ചേട്ടനാണ് ഇന്ന് കൂടെയുള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്താണ് ഓണവിശേഷങ്ങൾ? അടുത്തെത്തി. ഞാനോടത്ത് അടുത്തിരിക്കാൻ പറഞ്ഞാന്ന്. അല്ലല്ല, ഓണവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെന്തായാലും എല്ലാവരും ഓണം അടുത്തെത്തി, എല്ലാവരും അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ കാലത്തെ ഓണമൊന്നും അല്ലല്ലോ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഓണമല്ലേ. പിന്നെ ഒരു ചടങ്ങിന് പൂക്കളിട്ട് തുടങ്ങുന്ന ഒരു ഓണം, അല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഓണം. എപ്പോൾ വേണമെങ്കിലും ഷർട്ട് എടുക്കുക, എപ്പോൾ വേണമെങ്കിലും പായസം വെച്ച് കുടിക്കുക, എല്ലാത്തിനും ഉണ്ട്. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ആ ഒരു ഓണത്തിന് വേണ്ടി ഓണക്കോടി എടുക്കുന്നത്, അതുപോലെ തന്നെ പായസം വെക്കുന്നത് ഒക്കെ അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം എല്ലാം സുലഭമാണ്. ഇപ്പോൾ അപ്പം എപ്പോഴും ഓണം നമുക്ക്. ചേട്ടാ, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ഡ്രസ്സ് എടുക്കുന്നു, തോന്നുമ്പോൾ നമ്മൾ പായസം വെച്ച് കുടിക്കുന്നു. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ പേരിന് മാത്രം ആ ഒരു ചടങ്ങ്. ശരിക്കും ചേട്ടൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓണവും, അല്ലെങ്കിൽ ഇപ്പം വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ലൊക്കേഷൻ ഓണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ചേട്ടൻ്റെ ഒരു സിനിമ ലൊക്കേഷൻ ഓർമ്മകൾ അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമ ലൊക്കേഷനിൽ ഓണം അങ്ങനെ ഇതുവരെ സിനിമ ലൊക്കേഷനിൽ വെച്ച് ഉണ്ടായിട്ടില്ല. അതുണ്ടാവാത്ത മിക്കവാറും പ്രൊഡ്യൂസർ വെക്കാറുണ്ട്. എല്ലാവർക്കും ഓണക്കോടി എടുത്ത് കൊടുക്കണ്ടേ, ചിലപ്പോൾ ഇത്രയും ക്രൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സമയത്ത് വെക്കാത്ത. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഓണം ആവശ്യമില്ല. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങൾ 10 മക്കളാണ്. 10 മക്കൾക്ക് ഡ്രസ്സ് എടുക്കേണ്ട അമ്മ. ചേട്ടൻ എത്രാമത്തെ മോനാ? ഞാൻ 7ാമത്തെ. അതാണ് എൻ്റെ ലക്കി നമ്പർ 7. ക്രിക്കറ്റിൻ്റെ ജേഴ്സി നമ്പർ 7 എല്ലാം 7ആണ് എനിക്ക്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇത്രയും പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അമ്മ കഷ്ടപ്പെട്ട് ഓണത്തിൻ്റെ തലേദിവസമൊക്കെ ഒരിക്കലും ഒപ്പിച്ച് മേടിച്ച് എറണാകുളത്ത് പോയി ചെന്ന് മേടിച്ചിട്ട് വന്നത്. അത് ചെറിയ വിലയുടെ നിക്കർ ഷർട്ടൊക്കെ മേടിച്ചിട്ട് വന്നത്. അതൊക്കെ ഇട്ട് പിറ്റ് നമ്മൾ കൂട്ടുകാരുടെ കൂടി 2 ഓട്ടം ഓടുമ്പോഴത്തേക്ക് അടി ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവും. അത് സീരിയസ് ആയിട്ട് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചുകൊണ്ട്. പക്ഷെ അന്ന് എല്ലാവരും മുമ്പിൽ ഓടിപ്പോയി നമ്മൾ അവരിട്ടുണ്ട് വന്നേക്കണം, അത് കൂടിയതൊക്കെ ആയിരിക്കും. എന്നാലും നമ്മൾ പുതിയ വെട്ടം ഉണ്ടായിന്. അങ്ങനെ പോയി നിൽക്കുമ്പോൾ ആ ഒരു ഓണത്തിൻ്റെ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് കളിക്കാനേ പോകില്ല. എന്നല്ലേ പായസം വെക്കണത്. അത് കാരണം വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ ആ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുള്ളൂ. പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലബ്ബിൽ പരിപാടി പങ്കെടുക്കും, അടുത്ത ക്ലബ്ബിൽ പരിപാടി പങ്കെടുക്കും, ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ നടക്കും. ആ ഓണത്തിൻ്റെ ഒരു 10% പോലും ഇപ്പം എനിക്കൊന്നും ഓണമില്ല. എങ്ങനെയൊക്കെ നോക്കിയാലും നമുക്കത് ഒരു സന്തോഷമുള്ളൊരു ഓണമൊന്നുമില്ല. പിന്നെ ലൊക്കേഷനിലാണ്. പിന്നെ ഞാൻ ഓണസദ്യ കഴിക്കണമെന്ന് ആഗ്രഹിച്ച് പരിപാടിക്ക്, എല്ലാ ഓണത്തിനും പരിപാടിയല്ലേ. നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ് പരിപാടിക്ക് പോയി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഓണത്തിന് 5 ഓണത്തിനും പരിപാടി, ഈസ്റ്റർ, ക്രിസ്മസ്, അങ്ങനെ എല്ലാത്തിനും പരിപാടിയല്ലേ, ന്യൂ ഇയറൊക്കെ. അങ്ങനെ ഞാൻ ഒരു വീട്ടിൽ കയറി ചോദിച്ചു ചോറ് തരുമെന്ന്. സദ്യ കഴിക്കാൻ വേണ്ടി പോണ വഴി ആ ഒരു അമ്മച്ചിയോട് അമ്മച്ചി സദ്യ തരുമെന്ന് ചോദിച്ചു. മറ്റവന്മാർക്ക് നാണം. ഒരുത്തം കൂടെ വന്നു, അവൻ ചോദിച്ചില്ല, പരിങ്ങി കൂടി വന്നു എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു അപ്പോൾ എത്ര പേരുടെ മക്കളെ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവന്മാർ വണ്ടി ഇരിക്കും. അവിടെ ചോറൊക്കെ തന്ന് അവിടെ നിന്ന് കഴിച്ച്. അല്ലാതെ നമ്മൾ പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും നമുക്ക് തിരുവോണത്തിൻ്റെ അന്ന് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നമ്മൾ വെളുപ്പിനെ പോകണം, അല്ലെങ്കിൽ തലേദിവസം ഇവിടുന്ന് പോകും. അപ്പോൾ ഓണസദ്യ നമുക്കില്ല. അവിടെ ചെന്ന്
വൈകുന്നേരം നമ്മൾ പരിപാടി കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഭക്ഷണം തന്നത്. അപ്പോൾ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് അവിയൽ, ഖജാഞ്ചിയുടെ വീട്ടിൽ നിന്ന് സാമ്പാർ, അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടാണ് വൈകിട്ടുള്ള ഞങ്ങളുടെ ഫുഡ് റെഡി ആകുന്നത്. ഇതെല്ലാം പരിപാടിയും കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം സാമ്പാർ പരുവത്തിനായിട്ടുണ്ടാവും. അതാണ് ഓണസദ്യ കഴിച്ചേക്കണത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10 മക്കള്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ 10 മക്കൾ എന്നൊക്കെ പറയുമ്പോ ഇത്രയും കാലത്തിനിടയിൽ അമ്മ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ധീര വനിതാന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത്. അത് ഒരു ബീരങ്കിയുടെ മുമ്പിൽ നിന്ന്, എൻ്റെ അമ്മ 10 ബീരങ്കിയുടെ മുമ്പിലാണ് നിന്നത്. അത് ഏറ്റവും ധീരതായ വനിത എൻ്റെ അമ്മയാണ്. അല്ല, അത് സന്തോഷമാണത്. ആ സമയത്ത് എല്ലാം ഒപ്പിച്ചു കൊണ്ടുവന്നിട്ട് അച്ഛനാണെന്ന് കുക്ക് ചെയ്യുള്ളൂ, എല്ലാം അച്ഛനുണ്ടാക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അച്ഛനെ പിന്നെ ചേട്ടൻ, മൂത്ത ചേട്ടൻ, അങ്ങനെ പിന്നെ ഞങ്ങളിപ്പോഴും എല്ലാവരും എല്ലാ മക്കളും എല്ലാവരും ഓണത്തിന് ആണെങ്കിലും വീട്ടിലെത്തും. എത്ര ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ? ഞങ്ങൾ 8 ആണും 2 പെണ്ണുമായിരുന്നു. ഇപ്പം നിലവിൽ 6 ആണ് 2 പെണ്ണും. 2 പേരും മരണപ്പെട്ട്. എൻ്റെ താഴെ ഒരാളും പിന്നെ ഏറ്റവും മൂത്ത ആളും മരിച്ചു. പക്ഷെ ഞങ്ങൾ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരും എല്ലാവരും കൂടി. എന്നിട്ട് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിലും വൈഫ് ഹൗസിലേക്ക് പോകുന്നത്. ഇപ്പം എല്ലാവരും വേറെ വീടാണ്, എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് വരും. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, 10 കുടുംബങ്ങള്, ഒരച്ഛനും അമ്മയ്ക്കും അവരുടെ മക്കളിൽ നിന്ന് ഒരു പഞ്ചായത്തിനെ അങ്ങ് മറിച്ചിടാ ഞങ്ങളെ പേരക്കുട്ടികൾ എല്ലാവരും കൂടി കൂടുമ്പോ. സത്യം. അപ്പോ ഈ നമ്മള് പറഞ്ഞ പോലെ ഞങ്ങൾ അന്നേരം പൂക്കൾ ഇടുമ്പോഴത്തേക്ക് ഒരാൾ ഒരു പൂ സംഘടിപ്പിച്ചാ പോരെ? അത് തന്നെ കറക്റ്റ് ആയിട്ട് തികയും, 10 വട്ടം തികയും. അങ്ങനെ തന്നെയായിരുന്നു. അതെ അല്ലേ? ഇപ്പൊ ഓണവിശേഷങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുന്നു. ഈ കലാരംഗത്തേക്ക് വന്നത് ഈ 10 മക്കളിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ? കലാരംഗത്തേക്ക് വന്നതിൽ മിക്കവരും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചേക്കണത് ഇപ്പം ഞാനുണ്ട്, എൻ്റെ നേരെ മൂത്ത ആളുണ്ട്, അവൻ ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഒട്ടും മുടക്കില്ലാതെ കളിച്ച നാടകം, ഗംഭീര നാടകം, സൈറൻ എന്ന് പറഞ്ഞിട്ട് ഹേമന്തിൻ്റെ നാടകം ഗംഭീരമായിട്ട് പറന്ന് കിടന്ന് കളിക്കുമായിരുന്നു. ആ ചേട്ടനുണ്ട്. പിന്നെ അതിൻ്റെ മൂത്ത ആളുണ്ട്, പുള്ളി ആർട്ടിസ്റ്റാണ്, വര. അങ്ങനെ എല്ലാവരിലും ഉണ്ടെല്ലാം. പക്ഷെ ഓരോരുത്തർ, എൻ്റെ നേരെ ഇളയനിയൻ ഫുട്ബോൾ പ്ലെയറാണ്. അങ്ങനെ എല്ലാ രീതിയിലും ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പം എല്ലാവരും ജോലിയുടെ ഭാഗമായിട്ട് എല്ലാവരും ഇങ്ങനെ അങ്ങ് പോയെന്നുള്ളൂ. ഞാൻ പണിക്ക് പോകാൻ മടിയായതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോഴും ഈ പറയുന്ന പോലെ പല മേഖലകളിൽ, കലാരംഗത്തുണ്ടെങ്കിൽ തന്നെ പല മേഖലകളിലായിട്ട് നിൽക്കുന്നവരാണല്ലോ വീട്ടുകാരെല്ലാവരും. അപ്പോൾ ഒരു സ്ക്രീനില്, ഒരു ബിഗ് സ്ക്രീനില് ഷാജേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ ആ ഒരു ഇവരുടെയൊക്കെ അല്ല, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ നാഷണൽ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞാൽ വെള്ളിമൂങ്ങ സിനിമ. ആ സിനിമ റിലീസായപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛനും അമ്മയും കൂടി സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഞാൻ കാണുന്നത്. ആ വെള്ളിമൂങ്ങ കാണാനായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടി എറണാകുളം തിയേറ്ററിൽ ആദ്യമായിട്ടായിരിക്കും. തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആദ്യമായിട്ട് എൻ്റെ അച്ഛനും അമ്മയാണ്. അവിടെ ആ വെള്ളിമൂങ്ങയാണ് കാണുന്നത്. എൻ്റെ ഓർമ്മയിൽ 2 പേരും ഒന്നിച്ചിരുന്നൊരു സിനിമ കാണുന്നത്. അത് അച്ഛൻ മങ്കി ക്യാപ്പൊക്കെ വെച്ച് AC പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കാണണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ അതാ എനിക്ക്. ആ സിനിമയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒന്നിച്ചു വന്നത്. നമ്മുടെ ഉദയനാട് താരം സിനിമയിൽ സലീമേട്ടൻ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കൂല സീൻ വരുമ്പോഴത്തേക്കും. ഇതല്ല, ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും കൂടി സിനിമയ്ക്ക് കണ്ടിട്ടില്ല. TV-ലിരുന്ന് അടുത്ത വീട്ടിലേക്ക് ഇരുന്ന് കാണാൻ കണ്ടിട്ടുണ്ട്, അല്ലാതെ തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ കണ്ടിട്ടില്ല. തിയേറ്ററിൽ പോയത് ജിബു ജേക്കബ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് അച്ഛനും അമ്മയും സിനിമ കണ്ടത്. അത് ഭയങ്കര ഒരു അനുഗ്രഹം, അല്ല മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ സന്തോഷമോ. ഇപ്പോ പറഞ്ഞ പോലെ നമ്മൾ വെള്ളിമൂങ്ങയുടെ കാര്യത്തിലേക്ക് ഒന്ന് സിനിമയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബിജു സാറിനേക്കാളും ബിജു മേനോനേക്കാളും കൂടുതൽ ആരാധകര് ചിലപ്പം ആ ഒരു കോമഡി താരങ്ങളെ ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് പടം നമ്മൾ TV-ലോ അല്ലെങ്കിൽ നമ്മളൊരു സ്ക്രീനിലിട്ട് കാണുകയാണെങ്കിൽ ഷാജിയാനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. ഈ ഒരു ഒറ്റ ഇന്റർവ്യൂ മതി ബിജുന്റെ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണം വേണ്ടെന്ന് പറയാനായിട്ട്. അതെ അവൻ വേണ്ട. അല്ല, അതെന്താ അറിയാമോ, ഞാൻ സിനിമയിലേക്ക് വന്നത് മമ്മ സാറിന്റെ പടം ചെയ്ത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലിറ്റിൽ സൂപ്പർമാൻ എന്നുകൊണ്ട് വിനയ് സാറിൻ്റെ പടം ചെയ്തു. അതിനുശേഷം വെള്ളിമൂങ്ങയാണത്. പക്ഷെ വെള്ളിമൂങ്ങ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ഹ്യൂമർ വർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇരുന്നായിരുന്നു. അങ്ങനെ ആ ഒരു മാസം 1.5 മാസം കൊണ്ട് ഞങ്ങൾ ഇവരായിട്ടൊക്കെ പരിചയമായി. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടൊരു ലൊക്കേഷനിൽ നിന്ന് ബിജു മേനോൻ ഇങ്ങനെ അതൊന്നുമില്ല, വിചാരം കാണുമ്പോൾ അപ്പോൾ അത്രയും പരിചയം. അപ്പോൾ നമുക്ക് അവിടെ ലൊക്കേഷൻ നമ്മളെല്ലാം പരിചയക്കാരാണ്. ആദ്യമായിട്ട് ചെല്ലുന്നൊരു ഫീലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റി, ഫ്രീഡം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഈ എഴുതിയ നമ്മുടെ ക്യാരക്ടർ നമുക്ക് തന്നെ പൊലിപ്പിക്കാനും പറ്റി. അതൊക്കെ വലിയ ഗുണമായിരുന്നു. അതായത് വെള്ളിമൂങ്ങയിലെ മുഴുനീള കഥാപാത്രമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ അങ്ങ് ലാസ്റ്റ് വരെ. ഇതാവുമ്പം ഭാര്യയുടെ കെട്ടുതാലി വരെ പണയത്തിലാണെന്നൊക്കെ ഒരുപാട് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ക്രൂ ഇരുന്ന് കോമഡി താരങ്ങൾ ഒന്നിച്ചിരുന്ന് തന്നെ എഴുതി തീർത്ത ഹ്യൂമർ വർക്കൗട്ട് ചെയ്ത് ഞങ്ങളിരുന്ന് വർക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് ശരിക്കും വിജയം കണ്ടു എന്ന് കണ്ടപ്പോൾ എന്ത് തോന്നി? അതെ, സന്തോഷമുണ്ടായി. കാരണം അതല്ല, സ്ക്രിപ്റ്റിൽ കാമ്പുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലും മതിലുണ്ടെങ്കിലേ പടം വരക്കാൻ പറ്റുള്ളൂ എന്ന് പറയൂലേ,
അതുപോലെ അതിനകത്ത് കണ്ടന്റും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിലായിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അത് നല്ല രീതിയിൽ സ്പേസ് ഉള്ളായിരുന്നു, വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് വരുന്നത്. ഈ മഴവിൽ മനോരമയിലെ ഒരു കോമഡി സ്കിറ്റിലൂടെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ മുന്നിലേക്ക് എത്തിയത്, സ്ക്രീനുകളിലൂടെ എത്തിയത്. അപ്പോൾ ആ ഒരു വളർച്ച അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു കടന്നുവരവ് ഏത് തരത്തിലായിരുന്നു? അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഞാനന്ന് കൊച്ചിൻ ഗിന്നസ് കളിച്ചോണ്ടിരിക്കുക. കൊച്ചിൻ ഗിന്നസിന് ഞാൻ പുറത്തോട്ട് പോകുന്നു കഴിഞ്ഞിട്ട് എങ്ങനെയും വാടക കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രഷറാണ് നമുക്ക്. അപ്പോൾ എങ്ങനെയും രക്ഷപ്പെടണം. അപ്പോൾ ഈ ചാനലിൽ ഇതുപോലത്തെ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്ക് അനൂപ് ഉണ്ടല്ലോ, അനൂപ് അതുപോലെ രതീഷ് കാരക്കാട്, ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ ഗ്രൂമർമാർ. അപ്പോൾ അന്നേരം ജീവൻ ടി വിയിലൊരു പരിപാടി ഉണ്ട്. ഈ പരിപാടി സമയത്ത് പറഞ്ഞ് ഞാനൊന്ന് മത്സരിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അനൂപ് പറഞ്ഞു തീർച്ചയായിട്ടും വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്ലാനിങ് ആയി പദ്ധതിയായിരുന്നിട്ട് അവസാനം ആളില്ല കിട്ടാൻ, കൂടെ ചെയ്യണ്ടേ. അങ്ങനെ 1-2 പേരെ ഒപ്പിച്ചിട്ട് ഞാൻ പോയി ഇവിടെ ചെന്ന് ഓഡീഷന് ചെന്ന് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോന്നു. എനിക്കറിയാം കിട്ടൂല എന്നറിയാം. അത് കഴിഞ്ഞ് വൈകിട്ട് അനൂപ് വിളിച്ച് 2 പേരെ വേറെ തരാം, അവരും കൂടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ടെൻഷനാണ്, ഇങ്ങനെ നോക്കിയിട്ട് ആരെ വിളിക്കുക. അപ്പോൾ വൈഫ് പറഞ്ഞ് ടെൻഷൻ ആയിരിക്കട്ടെ, ആ സമയമാകുമ്പോൾ ആരെങ്കിലും വരും. അങ്ങനെ വൈകിട്ടായപ്പോൾ അനൂപ് വിളിച്ചേക്കണം 2 പേരെ തരാം, അവരെയും കൂടി കൂട്ടിയിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ 2 പേരിൽ ഒരാണ് കൊല്ലം സുധി, ഒരാൾ ജിഷോ. ഇവർ 2 പേരുമാണ് എൻ്റെ ടീമിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ ടീമുണ്ടായി, സ്റ്റാർസ് ഓഫ് കൊച്ചിൻ എന്ന ടീമുണ്ടായി വന്നു. ഫസ്റ്റ് സ്കിറ്റ് കളിച്ചപ്പോഴും ഞങ്ങളെല്ലാവരും ഭയങ്കര കോമ്പിനേഷനായി. പിന്നെ അങ്ങോട്ട് ഈസി ആയിരുന്നു കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ആ ആദ്യത്തെ 2 സ്കിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളായി ക്രൂവിൻ്റെ ഇടയിൽ. പിന്നെ ഓഡിയൻസിൽ ഒന്നാമത് അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമയ്ക്ക് ചാനലുണ്ട്, അതുപോലെ പത്രമുണ്ട്. എല്ലാ ആഴ്ചയിലും പത്രത്തിൽ ഫോട്ടോ വന്ന് ഇന്ന ടീമിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് ഭയങ്കര മൈലേജാണ്. ഏറ്റവും കൂടുതൽ ഞങ്ങളെ ബൂസ്റ്റപ്പ് ചെയ്തേക്കുന്ന മനോരമയാണ്. ഇപ്പം കൊല്ലം സുധിയുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതും ഒരു വലിയ നിങ്ങളെല്ലാം ഒരു തരംഗമായിട്ട് മാറിയത് എനിക്ക് തോന്നുന്നു മഴവിൽ മനോരമയുടെ ഈ ഷോസ് വന്നതിലൂടെ. സിനിമയിലേക്കുള്ള ആ ഒരു കാൽവെപ്പ് അതിൽ കൂടി തന്നെയാണ്. അപ്പോൾ ഈ സുധി ഇപ്പോഴും നമ്മൾ പറയില്ലേ, സുധി നമ്മൾ പല കൂട്ടുകാരും മരിച്ചു, നമ്മൾ ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും അവൻ മരിച്ചു എന്നൊരു ഫീലില്ല. ഇപ്പോഴും സുധി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മുഖത്ത് വന്നെ സുധി എൻ്റെ കൂടെ കളിക്കുന്നതാണ്, എൻ്റെ ഉള്ളി വന്നെ ചിന്തപ്പാട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പത്രത്തിൽ ഫോട്ടോ ഒന്നും പറയില്ലേ, അപ്പോൾ സുധിയുടെ വേറെ എന്തെങ്കിലും സാധനം എൻ്റെ മനസ്സിൽ വന്നെ. അല്ല സുധി മരണപ്പെട്ടതൊന്നും ഓർമ്മയില്ല. എന്തോരം കൂട്ടുകാർ മരിച്ചേക്കണം, അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവർ മരിച്ചു, നമുക്കറിയാം മരിച്ചുപോയി. പക്ഷെ ഇത് മാത്രം അങ്ങനെ മനസ്സിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അത് എങ്ങനെയായിരുന്നു ആ ഒരു ഫ്രണ്ട്ഷിപ്പ്? എത്ര വർഷമായിരുന്നു ഞങ്ങൾ ഒന്നിച്ച്. എൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. പരിപാടി കഴിഞ്ഞാൽ ഹോട്ടലും റൂമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് എൻ്റെ വീട്ടിൽ കിടക്കുകയുള്ളൂ. എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയുള്ളൂ. പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ വണ്ടിക്കാണ് പോണത്. അപ്പം അങ്ങനെ കുറേ നാൾ കിച്ചുവിനെ ആണെങ്കിലും അന്നേരം സുധി കൊണ്ടുവരും. അന്നേരം കുഞ്ഞു പയ്യനല്ലേ, അന്നേരം സുധി കൊണ്ടു നടക്കും. ഞങ്ങൾ ഒന്നിച്ച് പരിപാടിക്ക് പോകുമ്പോഴൊക്കെ കിച്ചുവിനെയും കൂട്ടിയിട്ട് വരും. പക്ഷെ അത് ഈ നമ്മൾ പറഞ്ഞില്ലേ ചില നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, നല്ല മോശപ്പെട്ട കുറേ കാര്യങ്ങൾ അവനെ സംബന്ധിച്ച് കുറേ സോഷ്യൽ മീഡിയ ആക്രമണമൊക്കെ അന്ന് നടന്നായിരുന്നു. അതൊന്നും ഒരിക്കലും ഒരു ആൾ മോശമായിട്ടല്ല. കടം മേടിക്കണമെന്ന് അവസ്ഥ കേട് കൊണ്ട് മേടിക്കുന്നതാണ്, നമ്മളൊക്കെ മേടിക്കും. അത് നമ്മുടെ അവസ്ഥയാണ്. അത് ഒരാൾ മോശമായിട്ടല്ല, അയാളുടെ അവസ്ഥ മോശമായതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ സുധി ചെയ്യുന്ന വർക്കുകളൊക്കെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. ഒരു ക്യാരക്ടർ ചെയ്യാൻ നിന്ന് ഞാൻ ഓപ്പോസിറ്റ് നിന്ന് ചിരിച്ചിട്ടുണ്ട്, ഞാൻ തിരിഞ്ഞു കളയും. അതേപോലെ ചെയ്ത് കളയും. റിഹേഴ്സൽ ചെയ്യുന്ന സാധനമല്ല അവൻ സ്റ്റേജിൽ ചെയ്യണത്. അപ്പം അത്രയും നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ ഗംഭീര കലാകാരനാണ്. നമ്മുടെ എന്താ പറയണത്, നമ്മളെന്നും ഓർത്തു വെക്കണത്, നമ്മുടെ ചങ്കിൽ കൊണ്ടു നടക്കണത് ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ എന്ന് പറഞ്ഞ സുധിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ജൂൺ മാസത്തിൽ ജൂൺ 5-നോ 4-നോ ആണ് അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായത്. അപ്പം ഇത്ര അടുത്ത ഒരു കലാകാരൻ, ഇത്ര അധികം കുറേ നാളത്തെ ഫ്രണ്ട്ഷിപ്പ്, പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് അയ്യോ എന്നാ പറഞ്ഞത്. ഞാൻ വണ്ടിയിൽ ചാഞ്ചൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോഴത്തേന് ഓ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അത് എന്താ പറയണ്ടെന്ന് ഞാൻ ഫുള്ള് ബ്ലാക്കായി. ഇത് എന്നോട് പറഞ്ഞ് ഇന്ന പോലെ സംഭവം ഉണ്ട് സാജു, ഒന്ന് കറക്റ്റായിട്ട് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഫോൺ എടുത്തിട്ട് പരിചയമുള്ള ആരെ വിളിക്കണമെന്ന് എനിക്കറിയില്ല. വിളിച്ചു ചോദിച്ച് അന്വേഷിക്കണ്ടേ, മൊത്തം ബ്ലാക്ക് ഔട്ടായി. ആര് വിളിക്കണം, എന്ത് വിളിക്കണമെന്ന് അറിയില്ല. അപ്പോൾ അന്ന് എൻ്റെ പയ്യനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് വിളിച്ചു നോക്കി, എന്താ കാര്യം എന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്കൊരു നമ്പർ ഇപ്പോൾ വിനോടിമാലി മറ്റേ ആരെങ്കിലും രാജേഷ് പറവൂർ ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ മതി. പക്ഷെ എനിക്ക് ആരെ വിളിക്കണ്ടെന്ന് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇതാണ് ടൈം. അതെ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഒന്നും ആരോടും കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, ദേഷ്യപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, വഴക്കിട്ടിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. ഈ കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ എഴുന്നേക്കും നമുക്ക് ഉറപ്പില്ല. അതാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് നന്മകൾ ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക,
ഒരാൾക്കും വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാതിരിക്കുക. ആരെങ്കിലും നമ്മളെ വിഷമിപ്പിച്ചാലും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുക. 2 ദിവസം കഴിയുമ്പോൾ അവർക്ക് തന്നെ തോന്നും തെറ്റായിപ്പോയെന്ന്. അപ്പോൾ അവർ വരുമ്പോഴും നമുക്ക് സിമ്പിളായിട്ട് മിണ്ടാൻ പറ്റും, അവരോട് ദേഷ്യം ഇല്ലാണ്ടായിരിക്കണമെങ്കിൽ. അല്ല, ഇപ്പം സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ പോലും ഇത്രയധികം കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരാളെ തളർത്തി വിടാനോ അല്ലെങ്കിൽ മറ്റൊരാളിനെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാനോ എനിക്ക് സംസാരത്തിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല പാഷാണം ഷാജി അല്ലെങ്കിൽ സാജു എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒരു സ്നേഹത്തെക്കുറിച്ച് നമ്മളൊരു കൺസെപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഏത് രീതിയിലായിരിക്കും അവതരിപ്പിക്കുക? ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞ അത് വൈഫിൻ്റെ സ്നേഹമോ ഏറ്റവും വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വേറെ ടൈപ്പ് സ്നേഹമോ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി എല്ലാവരും ഉണ്ട് നമുക്ക്. കുഞ്ഞുനാൾ മുതൽ നമ്മളെ സ്നേഹിക്കണവരാ. പക്ഷെ അതൊക്കെ ഒരു ബ്ലഡ് റിലേഷനാണ് നമ്മുടെ. നമുക്ക് ജന്മം തന്ന നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ ബ്ലഡിൽ നിന്നുള്ള സ്നേഹം അവർക്ക് പൊതുവേ വരും. പക്ഷേ ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് റിലേഷനിൽ വല്ല സ്ഥലത്തും കിടക്കണം, വല്ലയിടത്തും ജനിച്ച് വളർന്ന് ആരൊക്കെയോ കണ്ടു വന്ന് അവസാനം വന്നിട്ട് അവരാരും ഇല്ലാതെ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളുടെ കൂടെ ജീവിച്ച് നമുക്ക് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു എല്ലാ രീതിയിലും നിൽക്കണം. ആ ഒരു സ്നേഹം എപ്പോഴെങ്കിലും എൻ്റെ വൈഫ് ഞാനില്ല ഒരു 100 പ്രാവശ്യം പറയും വീട്ടിൽ പോകാൻ പറയും, പോകില്ല. പോയാൽ ഒരു 10-15 മിനിറ്റുള്ളിൽ തിരിച്ചു പോരും. അത് വല്ലപ്പോഴൊക്കെ പോവുള്ളൂ. ഇപ്പോൾ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നു. അവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ച് എറണാകുളത്ത് എത്തിക്കഴിഞ്ഞ് വിളിച്ചാൽ ചേട്ടായി ഞാൻ ചോറ്റാനിക്കൽ എത്തിയിട്ടാന്ന്. അത് അച്ഛനെ കണ്ടു, അച്ഛൻ ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അപ്പം തന്നെ പോന്നു. ചേട്ടനെ കാണാതെ നിൽക്കില്ല. അതെല്ലാ ഭാര്യമാരും അങ്ങനെ. ഭർത്താവിനെ ഒറ്റക്കാക്കിയിട്ട് അവരെങ്ങും പോയി ഒരു 2 ദിവസം 3 ദിവസം നിൽക്കില്ല. നിൽക്കാൻ പറ്റില്ല. സംശയം കൊണ്ടല്ല, അല്ല അത് വേറെ സ്നേഹമോ. അപ്പം അതെന്താണ് അത് നമ്മൾ തിരിച്ചറിയാത്തത് കുറേ ആൾക്കാർ തിരിച്ചറിയും. അങ്ങനെ അല്ലാത്തത് ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല ഭാര്യമാരും തമ്മിൽ വഴക്കും പ്രശ്നം ഉണ്ടാവുന്നു. പ്രേമിച്ച് കെട്ടിയവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. അതെന്താ വെച്ചാൽ പ്രേമിച്ച് കിടക്കുമ്പോൾ പല വാഗ്ദാനമോ. ഞാൻ കല്യാണം കഴിഞ്ഞ് നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, നിനക്ക് അത് മേടിച്ച് ഇത് മേടിച്ച് ഇങ്ങനെ പറയും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിയുമ്പോഴേ ടൈറ്റാണ് നമ്മൾ. അപ്പം നമുക്ക് അത് മേടിക്കാനും ഇത് മേടിക്കാനും ഒന്നും പറ്റില്ല. പിന്നെ ഇതിനിടക്ക് അപ്പോൾ ഒരു ചെറിയൊരു അകൽച്ചയും കാര്യങ്ങളും, അകൽച്ചയല്ല മീൻസ് ഈ പഴയ ആ ചക്കരയും പീരയെന്ന് ചെറിയ ഒരു അകൽച്ച വരും. അത് കഴിയുമ്പോൾ ഒരു കുട്ടിയാവും. കുട്ടിയായി കഴിയുമ്പോൾ അച്ഛനും അമ്മയാവും. അതെ. അപ്പോൾ ആ ഒരു പൊസിഷൻ മാറി കഴിയുമ്പോഴത്തേക്ക് ഒരു ഗ്യാപ്പ് പിന്നെയും കൂടും. ഇത് കഴിയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാവും. അപ്പോൾ പിന്നെ ഗൗരവത്തോടും അവിടെ ഇവിടെ എന്താ ഈ സംസാരം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെപ്പോഴും ഇങ്ങനെ പ്രണയിച്ച് അങ്ങ് പോവുക. അപ്പോൾ അതിനിടയിൽ വന്ന ഓരോ ബസ് സ്റ്റോപ്പായിട്ട് കരുതിയാൽ മതി. മക്കൾ വന്നതും മരുമക്കൾ വന്നതും ഒക്കെ അത് വന്നു പോകും. പക്ഷെ നമ്മുടെ പ്രണയം എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോവുക. ചേട്ടൻ ഈ ലൊക്കേഷനിലൊക്കെ പോകുമ്പോൾ ചേച്ചിനെ കൊണ്ടുപോകാറുണ്ടോ? ഞാൻ ഓൾമോസ്റ്റ് എവിടെ പോയാലും കൊണ്ടുപോകും. കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. ചേച്ചിനെ വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഭാഗ്യം. അത് എല്ലായിടത്തും ഒന്നിച്ച് പോവുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പം കുറച്ചു നേരം സംസാരിക്കുക, ബാക്കി ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെ പോകുന്ന ഒരു ദാമ്പത്യ ജീവിതമാണ്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ പറയുന്ന പോലെ എല്ലായിടത്തും ഞാൻ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകും. ഇത് എന്താ പറയുക, ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പോകുന്നു കഴിഞ്ഞാൽ ആ ഒരു എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. ഒരു ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല എനിക്ക്. ഒറ്റയ്ക്ക് വന്നാൽ ഭയങ്കര ശ്വാസം പറ്റില്ല. വെച്ച് പെട്ടെന്ന് അമ്പലമാണെങ്കിൽ അടക്കണവരെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരും എന്ന് പറയും ഞാൻ. എനിക്ക് അങ്ങനെ പ്രശ്നം. അപ്പോൾ ഇതെനിക്കറിയാം വൈഫ് എങ്ങനെ എത്രത്തോളം സഫർ ചെയ്ത് അവിടെ നിൽക്കണേന്ന്. കാരണം ഞാൻ ജോലിയായിട്ട് പോണതാണ്. അപ്പോൾ ഇപ്പം നാളെ ഞാൻ പോണത് കണ്ണൂരാണ്. എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉള്ളത്. മറ്റന്നാൾ ഫംഗ്ഷൻ, നാളെ ഞാൻ പോകും. നാളെ പോയി എനിക്ക് കണ്ണൂർ പോയിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞ് വന്നാൽ മതി. പക്ഷെ ഞാൻ ചെയ്യുന്ന നാളെ വൈഫിനെ കൂട്ടിയിട്ട് പോയിട്ട് കണ്ണൂർ മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോരും. അതാണ് എൻ്റെ റൂട്ട്. തീർച്ചയായിട്ടും. ഈ പാഷാണം ഷാജി എന്ന് പറയുന്ന പേര് ശരിക്കും സാജു നവോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയില്ല. പാഷാണം ഷാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പുതിയ തലമുറക്ക് അറിയില്ല സാജു എന്നുള്ള പേര്. ചേട്ടൻ അപ്പോ സാജു എന്ന് വിളിക്കുന്നതാണോ പാഷാണം ഷാജി എന്ന് വിളിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? ഞാൻ വിളിച്ചാൽ തിരിഞ്ഞു നോക്കണമെന്നുണ്ടോ? പാഷാണം ഷാജി എന്ന് വിളിച്ചാലേ നോക്കൂല, സാജു എന്ന് വിളിച്ചാൽ ഞാൻ നോക്കൂല. പാഷാണം കൊണ്ട് രക്ഷപ്പെട്ട 2 പേരുള്ളൂ. ഒന്ന് വിഷം വെക്കണവരും ഒന്ന് വിഷം പേരിട്ട ഞാനും. അതെ, അങ്ങനെ ജീവിതത്തിൽ വേറെ ആരും വിഷം കൊണ്ട് ചത്തുപോയിട്ടുള്ളൂ. ആ പേര് കൊണ്ട് രക്ഷപ്പെട്ടത് അല്ലേ? ഈ പേര് ഭയങ്കര ലക്കാണെന്ന് പറയപ്പെടുന്ന ആളുകളിൽ ഒന്ന് എനിക്കൊന്ന് ചേട്ടനായിരിക്കും. ഈ ഷാജി, പാഷാണ ഷാജി. ബാഡ് ലക്കും ഉണ്ട്, ഈ പേരുകൊണ്ട് ബാഡ് ലക്കും ഉണ്ട്. അതാണ് സാജു. സ്കൂളിൽ തല്ലുകൊണ്ട് ചത്ത പേരാത് സാജു. പക്ഷെ പാഷാണ ഷാജി എന്നുള്ള പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ തല്ലിയ ടീച്ചർ എൻ്റെ കൂടെ സെൽഫി എടുത്ത് കഴിഞ്ഞ ദിവസം. ഈ സിനിമ ലൊക്കേഷനിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമ ക്രൂവിന്റെ ഇടയിലൊക്കെ ഏത് പേരില്ല ശരിക്കും? സാജു എന്നാണോ അതോ പാഷാണ ഷാജി എന്നാണോ? അല്ല, ഷാജി എന്ന് വിളിക്കുന്നവരുണ്ട്, പാഷാണം എന്ന് വിളിക്കുന്നവരുണ്ട്. പാഷാണം ഷാജി എന്ന് ചേർത്ത് വിളിക്കൂല. ഷാജി അല്ലെങ്കിൽ പാഷാണം ഇങ്ങനെ വിളിക്കുന്നവരല്ലോ. പാഷാണം ഷാജി അത് കുറവാ. പാഷാണെന്ന് വിളിക്കുന്നത് പാഷാണമാണ് കൂടുതൽ. അല്ല, അപ്പൊ നമുക്ക് ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നില്ല ഈ പാഷാണം എന്ന് വിളിക്കുമ്പോ?
ഞാൻ എന്തെങ്കിലും തിന്ന് കിടക്കണതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുമില്ല, അല്ല ആ പേര് വന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അത് തന്നെ വിളിക്കുന്നതാണ്. ഈ അമർ അക്ബർ അന്തോണിയിലൊക്കെ നമ്മള് നല്ല അത്യാവശ്യം റോള് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, അയ്യോ അമ്മ അയ്യോ അങ്ങനെ സാധനം ഉണ്ടല്ലോ. അല്ലാത്ത ആ ഫ്രണ്ടില് സ്റ്റേജിലേക്ക് കയറി വരുന്നു, ഇങ്ങനെ ആടി ആടി എനിക്ക് പേടിയാന്ന് പറയുന്നത്, ആ അയ്യോ അമ്മ ഒന്ന് കാണിക്കാവോ? അല്ല അത് പറയാ, അതിന് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാ മതി. അയ്യോ അമ്മ അയ്യോ 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 ചിരിക്ക് ഇപ്പൊ ചിരി വരും. അല്ല കിടക്കുമ്പോഴല്ലേ ചിരിക്ക്. ക്ലൈമാക്സിൽ ചിരി വരൂടാ, എന്നിട്ട് പോടാ പറഞ്ഞു. അവര് സ്ക്രിപ്റ്റില് ഫുൾ ഉണ്ടായിരുന്നു ഹ്യൂമർ. വിപിനും വിഷ്ണു കൂടി ചെയ്ത സ്ക്രിപ്റ്റിനകത്ത് ഫുൾ ഹ്യൂമറായിരുന്നു. ആരും അതിനകത്തോട്ട് ഒന്നും ആഡ് ചെയ്യുകയും വേണ്ട, ഒന്നും കളയുകയും വേണ്ട, ഫുൾ പാക്കഡ് ആയിരുന്നു. ചേട്ടൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വരുന്നതിലൊക്കെ കോമഡി കഥാപാത്രങ്ങളാണല്ലോ. അപ്പം ഈ ഇടയ്ക്ക് ഉള്ളൊരു മൂവിയിൽ ഒരു സൈക്കോ ത്രില്ലർ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡ് റോള് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കോമഡി കഥാപാത്രത്തിൽ നിന്ന് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി? അല്ല എനിക്ക് നെഗറ്റീവ് ചെയ്യണത് ഇഷ്ടമോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മിമിക്രി കാണിക്കാത്തൊരു മിമിക്രിക്കാരനാണ്. ഈ ശബ്ദം അനുകരിക്കുന്ന ഒരാളല്ല ഞാൻ. സ്കിറ്റ് കളിച്ച് വന്നാൽ അതിനു മുമ്പൊക്കെ ഞാൻ ഡ്രാമ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സീരിയസ് ആയിട്ടുള്ള ഡ്രാമയാണ്. ഡ്രാമ പഠിപ്പിക്കുക, സ്കൂളിൽ +2 കലോത്സവത്തിനൊക്കെ ഡ്രാമ പഠിപ്പിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ ഡ്രാമയാണ് എൻ്റെ ഒരു റൂട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ അത്തച്ചമയത്തിന് ഓൾ കേരള ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, നാടക മത്സരം. അതിനകത്ത് ഓൾ കേരളയാണ്. അതിനകത്ത് ഞാനും വൈഫും ഫ്രണ്ട്സ് എല്ലാം കൂടി ഡ്രാമ ചെയ്തായിരുന്നു. ആ അത്രയും നാടകത്തിൽ സെക്കൻഡ് പ്രൈസ് എൻ്റെ നാടകത്തിനായിരുന്നു. മികച്ച നടൻ ഞാനായിരുന്നു അത്ര ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ. അത് ചെയ്ത വൈഫും നാടകം ചെയ്യും. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, ഇപ്പം ക്യാരക്ടർ പറയുമ്പോഴത്തേക്ക് തമാശയാണ്. ഞാൻ പറഞ്ഞു തമാശ പാടാന്നേ നമ്മൾ കൊണ്ട് ചെയ്യാനിപ്പോൾ. സ്ക്രിപ്റ്റിലുണ്ടായാലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇത് ഏത് വഴിക്കാൻ പോകണമെന്ന് അറിയില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരുടെ സെൻസ്, ഹ്യൂമർ സെൻസ് അത് വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അത് വിഷ്ണു എന്നാണ് ഡയറക്ടറുടെ പേര്. ഇപ്പോൾ ശ്രീയപ്പൻ മൂവിയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ ഡയറക്ടറാണ്. നല്ല സബ്ജക്റ്റാണ്. ഞങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം പുതിയ ജനറേഷൻ അല്ല, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ചേട്ടൻ്റെ മുന്നിലിരിക്കുമ്പോൾ കിട്ടിയില്ലട്ടാ. ഞങ്ങളൊക്കെ ഈ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പുതിയ ജനറേഷനാ. ആയിക്കോട്ടെ ശരി. അതെ. അപ്പോൾ നമ്മള് ഷോർട്ട് പുട്ട്, ജാവലിൻ ഇതെല്ലാം പുതിയത് മേടിച്ചിട്ട് വരുമല്ലോ. അപ്പൊ അതൊക്കെ പുതിയത് തന്നെയാ. ഓ വല്ലാത്തൊരു ഉദാഹരണം. നൂറ്റാണ്ടുകൾ തൊട്ട് എറിയണമെന്നുള്ള കാര്യം അറിയില്ല. അല്ല കേട്ടോ, ഞാൻ പക്ഷെ പറഞ്ഞ പ്രായവും വയസ്സൊന്നും പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അയ്യോ അല്ല. ഇപ്പോ ഞങ്ങളുടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അതന്നെ ഞാൻ അങ്ങനെ തന്നെ പറയും. കാലഘട്ടത്തില് സാജു നവോദയ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടില്ല. പകരം പാഷാണ് ഷാജി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ആ പേര് പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോഴാണ് നമ്മളൊരു നെഗറ്റീവ് ഷെയ്ഡിൽ ചേട്ടന് റോള് ചെയ്യാൻ താല്പര്യമാണ്, അത്തരം കോമഡി കിട്ടുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ചേട്ടനെ കാണുന്ന ഒരാൾക്ക് ശരിക്കും ആ വെള്ളിമുങ്ങിൽ ഇങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ചീകി വെച്ച ആ ഒരു രൂപവും, അതുപോലെ തന്നെ അമർ അക്ബർ അന്തോണിയിലെ ആ ഒരു രൂപവും കോമഡി ആയിട്ടേ ഫീൽ ചെയ്യൂ. അതെന്തുകൊണ്ടാണ്? അല്ല അങ്ങനെയല്ല. ഇതിപ്പോ എന്താട്ടെ, പാഷാണൻ ഷാജി ചെയ്തപ്പോ എല്ലാവരും ആ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടോണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു. അമർ അക്ബറിൽ ഇത് ചെയ്തപ്പോഴത്തേക്ക് പാഷാണൻ ഷാജിയായിട്ട് ഒരു സാമ്യതയില്ല ക്യാരക്ടർ. അതും ആ ദുരന്തം, പേരൊക്കെ സെയിമാ, ദുരന്തം. ആ ക്യാരക്ടർ കണ്ടപ്പോഴത്തേക്കാണ് അത് ഇഷ്ടപ്പെട്ടത്. പക്ഷേ അടുത്ത പടത്തിൽ വേറെ എല്ലാം തമാശകളായതുകൊണ്ടാണ്. തമാശകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും പിന്നെ ഞാൻ പാഷാണൻ ഷാജി എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്നെയും കൂടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഇതിപ്പോൾ ഇങ്ങനൊരു സാധനം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിക്കൂലേ. ഞാൻ വിക്രത്തിന് വരെ പണിയായിരിക്കും. എന്താവോ കേൾക്കാൻ. ഇതൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരും പടം റിലീസ് ആകുമ്പോൾ. ഇല്ല, നല്ല ഡയറക്ടറാണ്. എനിക്ക് നല്ല കോൺഫിഡൻസാണ്. അത് അങ്ങനത്തെ ഇതുവരെ സിനിമയിൽ വരാത്ത ഒരു സൈക്കോ കില്ലിങ് എന്ന് പറഞ്ഞാൽ പലരും കുട്ടികളെ കൊണ്ടുണ്ട്, അതുപോലുണ്ട് ഇതുണ്ട്. പക്ഷേ ഇതുവരെ ചെയ്യാത്തൊരു മർഡറുകൾ അയാൾ ചെയ്യണത്. അതുപോലത്തെ ഒരു സ്റ്റോറി ലൈനാണ്. അയാളുടെ കുറച്ച് ട്രാവലിംഗാണ് ഈ സിനിമയിൽ. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഒരു അവസരം അമർ അക്ബർ അന്തോണിയിൽ കിട്ടി. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഓർമ്മകളൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞാൽ, ദുരന്തം എന്നാണല്ലോ അതിനകത്ത് അവർ വിളിക്കുന്നത്. എങ്ങനെ വന്നാലും ഒന്നെങ്കിലും പാഷാണ അല്ലെങ്കിൽ ദുരന്തം. ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് പൃഥ്വിരാജിൻ്റെ ഇവരുടെ ഇന്ദ്രിയത്തിൻ്റെ കൂടെ ഫസ്റ്റ് അഭിനയിക്കണാണ് ജയനെ പിന്നെ ഓൾറെഡി അറിയാൻ നേരത്തെ. അഭിനയിക്കണമെങ്കിലും നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈദരാബാദിൽ ഇതിൻ്റെ ഡാൻസ് പാട്ട് ഷൂട്ട് കിടക്കുന്നത്, അല്ലു സുബേബി പാട്ട്. അപ്പോൾ എന്നോട് ചോദിച്ച് ഡാൻസ് കളിക്കാം. ഞാൻ ഡാൻസ് മാസ്റ്ററാണല്ലോ, ഞാൻ പഴയ കുത്തും കോമൻ ഡാൻസാണ്.
ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്ന അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ അതും കൂടി അറിയണം. നാശിക പറഞ്ഞ് ഷാജു ഡാൻസ് മാസ്റ്ററാണ്, പിന്നെ ഷാജോണ്ണെ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഹൈദരാബാദി റാമോജിയിൽ പോയി എല്ലാം സെറ്റൊക്കെ ഇട്ട് ആളെല്ലാം വിളിച്ച് നിർത്തി. ഞാൻ നിൽക്കുമ്പോൾ മാസ്റ്റർ ദിനേഷ് മാസ്റ്റർ വന്ന് ഓക്കെ സ്റ്റാർട്ട് പണ്ടലാമാ നേരെ വന്ന് പുള്ളി ഒരു സ്റ്റെപ്പ് വെച്ച്, ഞാൻ അതേ സ്റ്റെപ്പ് വെച്ചപ്പോൾ പുള്ളി നാദർഷൊക്കെ ഇട്ട് ഒന്ന് നോക്കി. അപ്പോൾ നാദർഷക്ക പറഞ്ഞു ഇതൊക്കെ ഷാജോണ് നോക്കിയായെന്ന് പറഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി വെച്ചപ്പോഴത്തേക്ക് പുള്ളി അവിടെ നിന്ന് പോയി. നാദർഷക്കയുടെ അടുത്ത് പോയി കസേര ഇരുന്നിങ്ങനെ എന്തോ പറയാനായിട്ട് തിരിച്ചു വന്നിട്ട് എന്നെ ഡാൻസ് പഠിപ്പിച്ച് ഇപ്പം പുള്ളിയുടെ ശൈലി മറന്നുപോയി, എൻ്റെ ശൈലിയായിട്ട് വേറെ എവിടെ പഠിക്കാൻ പോവുക. ആ ഒരു അവസ്ഥയാക്കി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പം സിനിമാറ്റിക് ഡാൻസ് അല്ല, അന്ന് കുത്തും കോമയെന്ന് പറയും ഡാൻസ്. ഞങ്ങൾ ഈ ചവിട്ട് സ്റ്റേജ് ഇങ്ങനെ ഇളകണം, അതാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മാറി. അപ്പോ പണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത് അല്ലെ. ഡാൻസ്, കല, കോമഡി. 5-10 സ്റ്റുഡന്റ് അല്ല, 10-75 സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഡാൻസ് ടീം തുടങ്ങി എല്ലാമായി ഡാൻസ് പഠിപ്പിക്കൽ, സൺഡേയും സാറ്റർഡേ ഒക്കെ ഡാൻസ് പഠിപ്പിക്കൽ. ഞാൻ നടക്കുമ്പോൾ എപ്പോഴും ഒരു 10-15 പിള്ളേർ പുറകെ ഉണ്ടാവും. ഫുള്ള് ഞാൻ ഈ കുട്ടികളുടെ കൂടെയാണ്. അപ്പോൾ അവിടെ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാൻ ഒരാളെ കിട്ടുമെന്ന് ചോദിച്ചു കുട്ടികളുടെ പാരൻസ്. അതും കൂടി എൻ്റെ നമുക്ക് നല്ലതായിരിക്കും സാജു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം എൻ്റെ കൂട്ടുകാരോട് പോകാൻ പറഞ്ഞു അവൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് ക്ലാസിക്കൽ ഡാൻസറാന്ന് പറഞ്ഞു. അതാണ് രശ്മി, എൻ്റെ വൈഫ്. വിളിച്ചു, വന്ന് 3 ആഴ്ച വന്ന് 4ാമത്തെ ആഴ്ച ഞങ്ങൾ ഒളിച്ചോടി. അതോടുകൂടി ഡാൻസ് കമ്പനി തല്ലി പൊളിച്ച് നിർത്തിയതാ. അപ്പോ ഈ ആൾക്കാർ പറഞ്ഞെന്താണെന്നറിയാമോ, സാജുവിന് നേരത്തെ അവരായിട്ട് പരിചയമുണ്ട്, ഇവർ തമ്മിൽ ബന്ധത്തിലായിരുന്നു, അങ്ങനെ ഇവിടെ കൊണ്ടുവന്നതാന്ന്. ഞാൻ കാണാൻ നേരോ ചേച്ചീനെ 3 മാസം ഞങ്ങൾ 3 മാസം കണ്ടു. 3 മാസം കൊണ്ട് എത്ര ശനി ഞായർ കൊണ്ട് അത്രേ കണ്ടിട്ടുള്ളൂ. അതിനുള്ളിൽ പ്രണയം തുടങ്ങി, അത് പൂത്തു അല്ലേ. ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ എൻ്റെ കോലം കാണണം ഇങ്ങനെ വലിച്ചെടുത്തേക്കണ പോലെ ഇരിക്കണത്. അതൊരു ടീഷർട്ട്, അതിൻ്റെ మీద ഷർട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ കാറ്റ് പിടിച്ച് ഇങ്ങനെ വരുള്ളൂ. ആ രൂപമായിരുന്നു. ആ രൂപത്തിൽ വൈഫ് എന്നെ പ്രേമിച്ചെന്ന് പറയുമ്പോൾ വിട്ടുപോയാൽ പിന്നെ കിട്ടില്ല. എൻ്റെ 24ാമത്തെ വയസ്സ്, വൈഫിന് 21 വയസ്സ്. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാവുന്നത് 3 മാസത്തെ പ്രണയം. 3 മാസത്തിൽ എത്ര ശനി ഞായറുണ്ട്, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടന്നാലും. അല്ല എന്നാലും ഷാജി ചേട്ടന്റെ ഒറ്റ വാക്കിൽ ഉത്തരങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് അങ്ങനത്തെ അല്ല, ചോദ്യം വരുമ്പോ കണ്ടോ, ചോദ്യം വരുമ്പോ കണ്ടോ. ഈ ഓണത്തിന് സദ്യയാണോ ബിരിയാണിയാണോ ഏറ്റവും കൂടുതൽ? സദ്യ. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി? പരിപ്പ്. പെട്ടെന്ന് പറയണം. പരിപ്പ്. കാരണം? ഗ്യാസ്. നാട്ടിലെ ഓണാണോ വിദേശത്ത് പോകണമെന്നാണ് ആഗ്രഹം? വിദേശത്തെ ഓണാണോ കൂടുതൽ? വിദേശത്തെ ഓണം. കാരണം നല്ലോണം. അല്ല, അപ്പോഴും നമുക്ക് നല്ലോണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലല്ലേ ഏറ്റവും. ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല, വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓണം. മാവേലി വീട്ടിൽ വന്നാൽ എന്തായിരിക്കും പറയുക? അടുത്ത വർഷം വന്നു പറയും. എന്ത് കൊടുക്കും? കയ്യിലുള്ളത് കൊടുക്കും. ഇഞ്ചിക്കറിയാണോ അച്ചാറാണോ കൂടുതൽ ഇഷ്ടം? ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി കുറച്ച് പ്രശ്നമല്ലേ? കൊഞ്ചി പറയാന്നേ. ഈ 10 മക്കളാന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ പണ്ടത്തെ കാലത്ത് ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യത്തെ 1 തുടങ്ങി തിരുവോണം എത്തുമ്പോ 10 അങ്ങനെ കൃത്യമായിട്ട് എത്തും എന്ന് പറഞ്ഞു. അപ്പൊ പൂക്കളം ഇടുന്നത് എന്നോടുള്ള ആ ഒരു താല്പര്യം. അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമോ. വീട്ടിലൊക്കെ ഇടാറുണ്ട്? വീട്ടിലിടാറുണ്ട്, ഇപ്പോഴും ഇഷ്ടം. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാങ്കിൽ അവർ വരച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് വരപ്പിച്ച് ഫെഡറൽ ബാങ്കിൽ, ഈ മരട്ടിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വരപ്പിച്ച് എല്ലാം ക്ലിയർ. ചേട്ടൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. ചേട്ടൻ ഒരു വലിയ സിനിമാ നടനാണ്. പാഷാണ് ഷാജി എന്ന് പറഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കോമഡി കഥാപാത്രം, നല്ലൊരു കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നു. അപ്പോഴാണ് ചേട്ടൻ ഇതുപോലെ ബാങ്കിൽ ചെല്ലുന്നു, ബാങ്ക് ജീവനക്കാർ അവിടെ ഇരുന്ന് താഴെ ഇതിന് വരയ്ക്കുന്നു. അപ്പൊ ചേട്ടൻ അവർക്കൊപ്പം ഇരുന്ന് ചെയ്യുമ്പോൾ ആ ഒരു അതെന്താണെന്നറിയാമോ, ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു സെലിബ്രിറ്റിയാണ്, അല്ലെങ്കിൽ മോളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഒരിക്കലും നമ്മൾ സെലിബ്രിറ്റി എന്ന് ഉണ്ടാവരുത്. നമ്മളൊരു സാധാരണ ജീവിക്കുന്ന ഒരാൾ, നമ്മൾ സാധാരണക്കാരൻ. മറ്റുള്ളവരുടെ മനസ്സിൽ ഞാനൊരു സെലിബ്രിറ്റി എന്നുണ്ടാവും, അല്ലെങ്കിൽ മോളൊരു സെലിബ്രിറ്റി എന്നുണ്ടാവും. അത് അവരുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ അവരാഴ്ച അകൽച്ച വരും. ഇല്ലേ നമ്മൾ എല്ലാവരോടും സംസാരിക്കും. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് സംസാരിക്കും, ഇപ്പുറത്തെ വീട്ടിലെ ചേട്ടനോട് പോണ വഴിക്ക് അമ്മമാരെ കാണുമ്പോൾ സംസാരിക്കും. അപ്പം അത് നമ്മളുടെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് കളയുക. അത് മറ്റുള്ളവർ തരേണ്ടതല്ലേ, നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യമല്ല അത്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരറിയാം. നമ്മൾ അവിടെ ചെന്ന മിണ്ടിയാൽ തന്നെ ഞാനാണ് എൻ്റെ വൈഫ് പറയും ആ നാക്കൊന്ന് മടക്കി കെട്ടിവെക്കാൻ പറയും. കാരണം എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം.
ആരായിട്ട് കൂടിക്കഴിഞ്ഞാൽ അമ്മമാരായിട്ട് വീടിൻ്റെ അടുത്തൊരു അമ്മ ഉണ്ട്, മീൻ വിൽക്കണ അമ്മ. ഞാൻ അതിലെ വണ്ടി കൊണ്ട് അവിടെ കൊണ്ട് നിർത്താൻ പറയും, വണ്ടി നിർത്താൻ പറയും. അന്നേരം ഗ്ലാസ് കത്തിയിട്ട് പറയും 2 പാക്കറ്റ് ചന്ദനത്തിരി എന്ന് പറയും. അപ്പോൾ പോടാ, അപ്പോൾ അയ്യോ പിള്ളേന്ന് പറയും, മീനെ വിൽക്കാൻ വെച്ചേക്കണത്. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും വർത്താനം പറയണമെന്നേ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും പെരുമാറുന്ന, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, എല്ലാവരും സന്തോഷത്തിൽ നിൽക്കുന്ന, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അല്ല നമ്മൾ അപ്പുറത്തെ വീട്ടുകാരൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, എന്നോടൊരാൾ ഒരു കാര്യം ചോദിച്ചു, കുറേ നാളുകൾക്ക്, പുള്ളി ഇലക്ഷൻ നിൽക്കുക, എന്നെ കണ്ടപ്പോൾ ചിരിച്ച്. ഞാൻ പറഞ്ഞ മുഖത്തുനിന്ന് ചോര വന്നെന്ന് പറഞ്ഞു. അയ്യോ എന്താ പറ്റി? അല്ല വർഷങ്ങളായി എന്നെ കണ്ട് ചിരിച്ചിട്ടെ, ഇപ്പം ചിരിച്ചപ്പോൾ ചിലപ്പോൾ ഇത് വലിഞ്ഞ് കീറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അല്ല അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കസേര നമ്മൾ എണീറ്റ് പോകുന്നൊരു ഉറപ്പില്ല. അപ്പം നമ്മൾ മാക്സിമം സ്നേഹിക്കുക. നമ്മളുടെ പ്രേക്ഷകർക്ക് എന്ത് സന്ദേശമാണ് ഓണ സന്ദേശം ഒന്ന് നൽകാം? ഓണമായിട്ട് നല്ല സന്ദേശമായിട്ട് നമ്മളത്ര വലിയ സന്ദേശം പറയാൻ പറ്റിയ ആളല്ല. എന്തായാലും ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരോടാണ് പറയേണ്ടത്. ആഘോഷം അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ഒരു 1-2 ആൾക്കാരെ കൂടി ഹെൽപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോട് കൈകാര്യം ചെയ്യുക. ആഘോഷം അതിര് കിടക്കാതിരിക്കുക. ആഘോഷം ആഘോഷത്തിൻ്റെ രീതിയിൽ ആഘോഷിക്കുക. എല്ലാവർക്കും സന്തോഷം വരണം. നമ്മൾ ആഘോഷിക്കണമെങ്കിൽ നമുക്ക് സന്തോഷം വരണം. നമ്മുടെ ആഘോഷം കണ്ടിട്ട് മറ്റുള്ളവർക്കും സന്തോഷം വരണം. അത്തരത്തിൽ ആഘോഷമാകാനേ പാടുള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും ചേട്ടന് നേരുകയാണ്. ഇനി എന്തായാലും ഇപ്പൊ പറഞ്ഞ പോലെ നെഗറ്റീവ് ഷെയ്ഡുകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പൊ സിനിമയില് ഒരു നെഗറ്റീവ് ഷെയ്ഡുകൾ ചെയ്താലല്ല, ഇപ്പൊ ഇതിന്റെ താഴെ നമുക്ക് ഇഷ്ടംപോലെ നെഗറ്റീവ് വരും. നെഗറ്റീവ് ഇല്ല, ചേട്ടന്റെ ഫ്രെയിമിൽ ഭയങ്കര ഐശ്വര്യ, സത്യം. നെഗറ്റീവ് വന്നാൽ ഞാൻ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കാണണമെന്നാ പറയണത്. ഞാൻ ഈ കമന്റ്സ് ഒക്കെ വാങ്ങിച്ച് ഭയങ്കര ചിരിയാ. ഈ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കമന്റ് വായിക്കണം. അപ്പൊ അതിൽ എനിക്കൊരു വിഷമം തോന്നിയത്, ഇപ്പോൾ ഒരു ചേട്ടൻ, അപ്പോൾ അതെന്തായാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് പറയണം, അല്ല ആ ചേട്ടനെ കാണുമ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാനും ചിരിച്ചിട്ടുണ്ട് ആ ചേട്ടൻ്റെ പാട്ട് കേൾക്കുമ്പോൾ. ഇപ്പോൾ അടുത്ത് ആലപ്പുഴയിലും എവിടെയുള്ളൊരു ചേട്ടനാ, കട്ടിലയിൽ എപ്പോഴും കിടന്നിട്ടൊരു പാട്ട് പാടണ, വിഗൊക്കെ വെച്ചിട്ടിരുന്നിട്ട് പുള്ളി പാടണം, ചന്ദനലേഖ തൈലം പൂശിയതാരോ എന്ന് പറഞ്ഞ പാട്ട് എല്ലാ ദിവസവും പാട്ട് ഇടുന്നുണ്ട്. പക്ഷേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വന്ന് പുള്ളീനെ കളിയാക്കി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോഴത്തെ പുള്ളിയുടെ കാല് മാത്രം പുള്ളി കാണിച്ച്, മാന്യരെ ഇങ്ങനെ തുടങ്ങുള്ളൂ, മാന്യരെ ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് കാല് കാണിച്ചപ്പോൾ കാലിൽ എന്തോ ഇൻഫെക്ഷനായിട്ട് പേഷ്യൻ്റാണ് പുള്ളി. പട്ടി ഇതൊക്കെ ചുറ്റി ഇങ്ങനെ 2 കാലും. അത് കണ്ടിട്ട് ഞാൻ അതിൻ്റെ താഴത്തോട്ട് കമൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും സോറി അങ്കിളെ, സോറി അപ്പൂപ്പ അങ്ങനെ പറഞ്ഞ് എല്ലാവരും സോറി. അപ്പോൾ എന്താണെന്നറിയാമോ, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ കളിയാക്കണതും കമൻറ്റ് ചെയ്യണതും. ആ മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂരിപക്ഷം കമൻറ്റും പറഞ്ഞ് സോറി പറഞ്ഞുകൊണ്ടാണ്, അറിഞ്ഞില്ല സോറി, ഗൂഗിൾ പേ നമ്പർ അയച്ചാൽ പൈസ അയച്ചു തരാം. ഞാനത് ഫുള്ളിരുന്ന് വായിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറും. എല്ലാവരുടെ മനസ്സിൽ നന്മയുണ്ട്. ആ നന്മ ആദ്യം ചാടി പുറത്തിറങ്ങും ഒരാളുടെ അവസ്ഥ കണ്ടു കഴിയുമ്പോൾ. പിന്നെ ഇതുപോലെ ഈ ചെയ്യണ ഓരോ കലാകാരന്മാരും ചെയ്യണം, എല്ലാവരും പെർഫെക്റ്റായിട്ട് ചെയ്യുമൊന്നുമില്ല. ആ ചേട്ടൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് ഈ ഒരു പാട്ട് പാടലിലൂടെയും ഈ സംസാരത്തിലെ കൂടെ ആയിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാതെ, കറക്റ്റായിട്ട് അറിയാതെ നമ്മൾ കളിയാക്കി ഒന്നും ചെയ്യരുത്. ഇത് ആരെ പറയണമെന്നറിയാം, പാഷാണം ഷാജി എന്ന് പേരുള്ള ഞാനാ പറയണത്. ഞാൻ കളിയാക്കാത്ത ആൾക്കാരില്ല, പക്ഷേ ഞാൻ അതൊക്കെ ഇനി മേലെ കളിയാക്കില്ല, ഇനി ചെയ്യില്ല എന്ന് പറയും. പക്ഷെ പിന്നെ അങ്ങനെ തന്നെ ആയിപ്പോവും. പക്ഷേ ഇത് ഈ ചേട്ടനെ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ആ കാലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്ര വിഷമമായി. അപ്പോൾ ഞാൻ ഓർത്ത് ആലപ്പുഴയിൽ പോയി ഒരു വീഡിയോ എടുത്തിട്ട് പുള്ളിയോട് നിന്ന് പാട്ട് പാടട്ടെ, പുള്ളി പാടിയിട്ടൊരു വീഡിയോ ഇടാം. ഇങ്ങനെ മക്കളെല്ലാവരും ചേട്ടനെ പാട്ട് കേൾക്കണം, സഹായിക്കണം. കാരണം എല്ലാവരുടെ കഴിവ് തെളിയിക്കാൻ അവരുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതല്ല, വിട്ട് കളഞ്ഞേക്ക്, ലീവ് ചെയ്യുക. നമ്മൾ പുറകെ കിടന്നിട്ട് പട്ടി നമ്മളെ കടിക്കാൻ വന്നിട്ട് നമ്മൾ ഒന്ന് അടിച്ചിട്ട് അങ്ങ് പട്ടി പോയി. അപ്പോൾ പട്ടി ആ വഴിക്ക് പോയ പട്ടിയും പോയി, നമ്മളും പോയി. പക്ഷേ ഇത് പുറകെ ഞാൻ പേടിച്ചല്ല എന്ന് വെച്ചാൽ പുറകെ നിറഞ്ഞെറിയുന്നത് വളരെ മോശമോ. അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടൻ നല്ലൊരു ചേട്ടനാ, വയ്യാത്തൊരു ചേട്ടനാ. ഗിഫ്റ്റ് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ്, നമുക്കറിയാവുന്ന ഗിഫ്റ്റ്, ഇപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഗിഫ്റ്റ്, നമുക്ക് ഓർമ്മയില്ലാത്തപ്പോൾ കിട്ടുന്ന ഗിഫ്റ്റാണ്. അത് ഇപ്പോഴും നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. എന്താണെന്നറിയാമോ? പേര്. നമുക്ക് ആദ്യം തന്നെ ഗിഫ്റ്റാണ് നമ്മളുടെ പേര്. ആ പേര് തന്നെ എങ്ങനെയാണെന്നറിയാമോ? അവർ ചർച്ച ചെയ്യുമ്പോൾ ഇത് നല്ല പേരാട്ടോ, ഈ നല്ല പേരിട്ടെ, അവരാ നല്ല പേരാന്ന് പറഞ്ഞിരുന്ന ആ പേര് അതെന്നും നമ്മൾ നല്ല പേരായിട്ട് തന്നെ സൂക്ഷിക്കുക. ആ നല്ല പേരായിട്ട് സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പ്രവൃത്തികൾ ചെയ്യുക, നന്മകൾ ചെയ്യുക, എല്ലാം ചെയ്ത് ആ പേരിന് പണ്ടെങ്ങോ കാരണവർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ പേര് ഇപ്പോഴും നല്ലതായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താലേ പറ്റുള്ളൂ. നല്ലൊരു സന്ദേശമാണ് ആ പറഞ്ഞത്. നമ്മൾ എൻ്റെ മനസ്സിൽ ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് ചോദിച്ചപ്പോഴും എനിക്കത്
എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കി എന്താണ് ശരിയാണല്ലോ ചോദിച്ച ചോദ്യം എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ഇതിപ്പോ നമ്മള് സങ്കല്പം കൊണ്ട് പറയുകയാണെങ്കിലും എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് ഇത്ര സ്നേഹം ഉണ്ടെന്ന് അറിയിക്കാനും കൂടി ഉള്ള ഒരു വർത്താനമാണ് അച്ഛനും അമ്മയും കൂടി. പക്ഷെ അങ്ങനെ നോക്കുമ്പോ അച്ഛൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മൂമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അമ്മ, അവരല്ലേ ഇവരെ കല്യാണം കഴിപ്പിച്ചത്, അതുകൊണ്ടല്ലേ നമ്മളുണ്ടായത്. അപ്പൊ അവരല്ലേ പേരല്ലേ പറയേണ്ടത്. തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരാ. ഓർമ്മയില്ലാത്ത കാലത്ത് കിട്ടിയിട്ട് ഇപ്പോൾ ഓർമ്മയുള്ള സമയത്ത് നമ്മൾ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നല്ല പേര് എപ്പോഴും നല്ലതായിട്ട് തന്നെ ഇരിക്കട്ടെ. നല്ല പ്രവൃത്തികൾ ചെയ്യുക, നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുക, മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറുക, അവരുടെ സ്നേഹം തിരിച്ചു വാങ്ങുക. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഈ ഓണത്തിന് ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചേട്ടൻ സംസാരിച്ചതിന് ഞങ്ങളെ ഒരുപാട് ചിരിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചു നിന്നത്. ഇനി ഞാൻ അപ്പുറത്ത് പോയി ചിരിക്കും, ഞങ്ങളും എല്ലാത്തിനും പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ എന്തായാലും ഈ ഓണ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ. ഈ ഓണം എന്നല്ല, ഇനി വരാനിരിക്കുന്ന ഓണം എല്ലാം ഗംഭീരമാവട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ എന്നും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ, എല്ലാവിധ ഐശ്വര്യം ഉണ്ടാവട്ടെ കേട്ടോ. ചാനൽ ഗംഭീരമായിട്ട് പോട്ടെ. ഏറ്റവും ആദ്യം തന്നെ 1 മില്യൺ അടിക്കട്ടെ. അതിന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു ചാനൽ തുടങ്ങുന്ന, ഒരു സ്ഥാപനം തുടങ്ങുന്ന എല്ലാം നമുക്ക് തുടങ്ങാം. നമ്മുടെ കയ്യിൽ അതിനുള്ള കണ്ടൻറ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കാശ് ഉണ്ടെങ്കിലോ ഇതൊക്കെ തുടങ്ങാം, സ്ഥാപനമൊക്കെ തുടങ്ങാം. പക്ഷെ അത് നിലനിർത്തുക എന്നുള്ളത് നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാട്ടുകാരുടെ സപ്പോർട്ട് വേണമെങ്കിൽ നാട്ടുകാർക്ക് എന്താണ് വേണ്ടത്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്, പബ്ലിക്കിന് എന്താണ് വേണ്ടത്, അത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അത് അവർ തൃപ്തിയാവണ വരെ അത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചാനൽ ഗംഭീരാവും. എല്ലാവിധ ആശംസകളും, എല്ലാവിധ പ്രാർത്ഥന. ഓക്കെ.